ഇത് ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ആ നെഗറ്റീവ് തോട്ട്സിനെ ഒന്ന് സപ്രസ് ചെയ്ത് കളയും. അത് അവിടെ ഡിലീറ്റ് ആക്കി പോകുന്നതിനനുസരിച്ച് നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് കൂടി വരും. സോ നമ്മുടെ സ്ട്രെസ് അത്രമാത്രം കുറഞ്ഞു വരും എന്നുള്ളതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. പലപ്പോഴും പലരും ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും സ്പെൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അതായത് എൻ്റെ കയ്യിലൊരു മാസ വരുമാനം 10,000 രൂപയുണ്ട്, പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു 8,000 രൂപ ചിലവാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ 10,000-നേക്കാൾ കൂടുതൽ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബേസിക് ആയിട്ട് ചിലവാക്കേണ്ട 8,000 ചിലവാക്കാതെ അവിടെ ഒരു 5,000 രൂപ ഞാൻ ചിലവാക്കുമ്പോൾ പല കാര്യങ്ങൾക്കും പിശുക്ക് അനുഭവപ്പെടും. ഈ പിശുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ്ടാവുക വെച്ചാൽ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള പ്രവണത കുറയും. കാരണം ഈ 10,000 മതി, ബാക്കി 3,000 ലാഭം നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരും. രണ്ടാമത്തേത്, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും എനിക്കത് ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന്